ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഈ തംബ്നെയിലിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മുടെ ചാടിയവയർ കുറയാനും സൗന്ദര്യവർദ്ധനത്തിനും മുടിയുടെ ആരോഗ്യത്തിനും എല്ലാം കൂടിയിട്ട് ഫലപ്രദമായ ഒരു ജ്യൂസാണ്. ഈ ഒരു ജ്യൂസ് കുടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഒരു ചെറിയ കക്കിരിയും 2 നെല്ലിക്കയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെല്ലിക്ക നല്ല ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എല്ലാന്നാണെങ്കിൽ അത് നമുക്ക് ശരിക്കും അടിഞ്ഞ് കിട്ടൂല. അതുകൊണ്ട് കഴിയുന്നത് മാക്സിമം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ കുക്കുംബറും. അപ്പോൾ ഈ നെല്ലിക്ക എന്ന് പറയുന്നത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൊണ്ട് സമ്പുഷ്ടമായ ഒരു സാധനമാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. അത് നമ്മുടെ മുടി കൊഴിച്ചൽ, അതായത് നമ്മൾ കാച്ചുന്ന എണ്ണയിൽ ഇതിട്ടിട്ട് കാച്ചിയാൽ നമ്മുടെ മുടി കൊഴിച്ചൽ കംപ്ലീറ്റ് മാറാനും മുടി നല്ലോണം തഴിച്ച് വളരാനും സഹായിക്കും. അതുപോലെ തന്നെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫാറ്റിനെ കംപ്ലീറ്റ് ഉരുക്കി കളഞ്ഞ് വയറ് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ മുഖത്ത് വരുന്ന ചുളിവുകൾ എല്ലാം നീക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ശരീരം മുഴുവനും കളർ വരാനും സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ കുക്കുംബർ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സൗന്ദര്യ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കുക്കുംബർ കൊണ്ട് നമ്മൾ സെറം, ടോണർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുഖത്തിടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുണ്ട്. അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് നെല്ലിക്കയിൽ. അത് ചർമ്മത്തിൻ്റെയും തലമുടിയുടെയും ഒപ്പം നമ്മളെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കേട്ടോ. കണ്ണ് പഴുപ്പിനെല്ലാം ഇതൊരു ഔഷധം പോലെ ഉപയോഗിക്കാറുണ്ട്. അതായത് ഭക്ഷ്യനാരുകൾ നെല്ലിക്കയിൽ ധാരാളമുണ്ട്. നാരുകൾ വിഘടിക്കാനും ദഹിക്കാനും സമയമെടുക്കും. ഇത് വയറ് നിറഞ്ഞു എന്ന തോന്നലുണ്ടാക്കുകയും നമ്മുടെ ശരീരഭാരം അമിതമാകാണ്ടിരിക്കാനും ഇത് സഹായിക്കും കേട്ടോ. അതായത് ഈ പൊണ്ണത്തടി ഉണ്ടല്ലോ, അത് ഒന്ന് വരാണ്ട് നിൽക്കാനും ഇത് സഹായിക്കും. കുടവയറ് കുറയാൻ വേണ്ടി സഹായിക്കും. നമ്മുടെ വയറ് കുറയുന്നത് കൂടെ തന്നെ നമ്മുടെ ശരീര സൗന്ദര്യം വർദ്ധിക്കാനും ഇത് സഹായിക്കും. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ജ്യൂസാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഫേസ് പാക്ക് ഇട്ടിട്ടും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് തോന്നുന്ന ഒരു ഗുണവും ഇല്ലെങ്കിൽ ഇത് കുടിച്ചാൽ നിങ്ങൾക്ക് സൗന്ദര്യവും ആരോഗ്യവും നിലനിർത്താൻ വേണ്ടി പറ്റും. അപ്പോൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടിക്കാൻ പാടില്ല. കുക്കുംബറിലുള്ള വെള്ളം തന്നെ ഉണ്ടാവും, അതേപോലെ നെല്ലിക്കയിലുള്ളതും. ഇത് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് ആ ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിക്കുള്ള വെള്ളം, ഒരുപാട് വെള്ളം ആവശ്യം ഉണ്ടാവില്ല. ആ മുങ്ങി നിൽക്കേണ്ട രീതിക്കുള്ള വെള്ളം ഒഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് കുടിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നന്നായി അടിച്ചാലും ചിലപ്പോൾ ചെറിയ ചെറിയ നെല്ലിക്കേൻ്റെ കഷ്ണങ്ങൾ ബാക്കി ഉണ്ടാവും കേട്ടോ. കുഴപ്പമില്ല, എന്നാലും മാക്സിമം നമ്മൾ അത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ഇത് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ജ്യൂസ് ഇവിടെ ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കളറുമാണ് ഇതിനുണ്ടാവുക. പിന്നെ ഇത് ഭയങ്കര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുടിക്കാൻ ഈ കയ്പക്ക ജ്യൂസ്, നെല്ലിക്ക ജ്യൂസെല്ലാം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ജ്യൂസാണിത്. അപ്പോൾ ഇത് നമുക്ക് അരിക്കൊന്നും ചെയ്യാണ്ട് തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങളെപ്പോൾ രാവിലെ വെറും വയറ്റിലാണ് കുടിക്കേണ്ടത്. അങ്ങനെ രാവിലെ വെറും വയറ്റിൽ ഇത് കണ്ടിന്യൂസ് കുടിച്ചാൽ ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഏറ്റവും ആരോഗ്യ ഗുണങ്ങളും സൗന്ദര്യ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ജ്യൂസാണിത്. ചിലപ്പോൾ നിങ്ങൾക്ക് അധികം പേർക്ക് അറിയായിരിക്കും നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് നന്നായിട്ട് വയറ് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ വന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.